ഇത്രയും ഫാഷൻ പോരെ മോളെ? പവിത്ര ബന്ധം, പരിശുദ്ധ സ്വർണം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, തൃശൂർ റോഡ്, ഇടപ്പാൾ. ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ? തൃക്കാവ് ഗവൺമെന്റ് സ്കൂളിലെ പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനവും ഫർണിച്ചർ കൈമാറ്റ ചടങ്ങും സംഘടിപ്പിച്ചു. തൃക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയ വർണ്ണക്കൂടാരം ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനവും ഫർണിച്ചർ കൈമാറ്റ ചടങ്ങും പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു. സർക്കാർ വിദ്യാലയങ്ങൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞ പരിപാടിയുടെ ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ മാറ്റങ്ങളാണ് അവിടെ നടന്നു വരുന്നത്. അത്തരത്തിൽ പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ നേതൃത്വം കൊടുക്കുന്നത് നഗരസഭ പോലുള്ള ഭരണസമിതികളാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. പക്ഷെ അവിടെ പരിമിതികൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഷമീറിന്റെ ഇടപെടലിലൂടെ പരിമിതി മുറിച്ചു കടക്കാൻ നമുക്കായിട്ടുള്ളത്. ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഏറ്റവും സുരക്ഷിതമായ സംവിധാനത്തിൽ, ഏറ്റവും മികവാർന്ന രീതിയിൽ അത് ലഭ്യമാക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നമ്മുടെ നാട്ടുകാർക്ക് കൂടുതൽ തുറന്ന മനസ്സോടുകൂടി, കൂടുതൽ സഹകരണ മനോഭാവത്തോടുകൂടി ഇടപെടാൻ കഴിയും എന്നത് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഇടപെടുമ്പോഴാണ് നഗരസഭയ്ക്ക് ഇവിടെ പ്രീ പ്രൈമറി വിദ്യാലയത്തിൽ ഇടപെടുന്നതിന് പരിമിതിയുണ്ട്. ഒട്ടേറെ കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ തെയ്യങ്ങാട് സ്കൂളിൽ പോയാൽ നിങ്ങൾക്കറിയാം, ഏറ്റവും നല്ല രീതിയിലാണ് അവിടെ പ്രീ പ്രൈമറി സെക്ഷൻ തന്നെ പ്രവർത്തിക്കുന്നത്. അത് അവിടുത്തെ PTA കമ്മിറ്റിയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നമ്മുടെ വിദ്യാലയത്തിൽ അധ്യാപകർ നല്ല രീതിയിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ അവരുടെ അക്കാഡമിക് സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതിൽ നമുക്കും ചിലതൊക്കെ ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു ദൗത്യമാണ് യഥാർത്ഥത്തിൽ ഷമീർ ഇവിടെ ചെയ്തിട്ടുള്ളത്. സ്കൂൾ PTA, SMC, വെൽഫെയർ കമ്മിറ്റി, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവാസി വ്യവസായിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ സമീർ ചെമ്പയിലിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടിയാണ് വർണ്ണക്കൂടാരം ക്ലാസ് മുറികൾ ഒരുക്കിയത്. അവരെല്ലാം രണ്ട് കളറിലായി ഒരു എന്താ പറയാ, വിവരിക്കാൻ പറ്റുന്നില്ല. എന്നാൽ കാണുമ്പോൾ തന്നെ ഈ സ്കൂളിൽ നിൽക്കുമ്പോൾ ഇങ്ങനൊരു കളർ ഞാൻ 23 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും കളർഫുള്ളായി ഞാൻ ഇപ്പോൾ കാണുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. ഒരു 23 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇതേ സ്റ്റേജ് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ ഇത്രയും ആളുകളുടെ നമ്മുടെ നാട്ടുകാരുടെയെല്ലാം ഇത്രയും സ്വീകരണം തരുകയും എന്നോടുള്ള സ്നേഹം എന്ന് പ്രകടിപ്പിക്കുകയും കാണുമ്പോൾ എനിക്ക് എന്താണ് പറയുന്നത് എനിക്ക് അറിയുന്നില്ല. വലിയ പ്രസംഗം സംസാരിച്ചിട്ടും അങ്ങനെയുള്ള ഒരു ആദ്യമായിട്ടാണ് പ്രസംഗത്തിന് ഇതിലോട്ട് വരുന്നത്. ഞാൻ സാധാരണ എഴുതി പ്രവർത്തനം പറയുന്ന വാക്ക് മാത്രമാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രസംഗത്തിലല്ല എൻ്റെ കാര്യങ്ങളും ഉള്ളത്. അപ്പം പറയുന്ന വാക്ക് നമ്മളെല്ലാവരും കരുണയോടുകൂടി നോക്കുകയും അതിന് വേണ്ട കാര്യങ്ങൾ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്യുകയുമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലെ തൃക്കാവ് സ്കൂളിന് വേണ്ടി ഒരുപാട് ചെയ്യുവാൻ ദൈവം എനിക്ക് കൂടുതൽ കരുത്ത് നൽകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും എന്നും എനിക്ക് എപ്പോഴും ഉണ്ടാവും. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. വളരെയധികം നന്ദി. വിദ്യാർത്ഥികൾക്ക് വേണ്ടി 16 സെറ്റ് ഫർണിച്ചറുകൾ സമീർ ചെമ്പയിൽ സ്കൂളിന് കൈമാറി. ഷമീർ ചെമ്പയിലിനെ വെൽഫെയർ കമ്മിറ്റിക്ക് വേണ്ടി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ആദരിച്ചു. 2024 സ്ക്രിപ്റ്റ് പാഠപുസ്തക നിർമ്മാണ രചനയിൽ പങ്കെടുത്ത സ്കൂളിലെ അധ്യാപികയായ ഡോക്ടർ ദിവ്യ AS-നെ സ്റ്റാഫ്, PTA എന്നിവരുടെ ഉപഹാര സമർപ്പണവും നഗരസഭാ ചെയർമാൻ കൈമാറി. PTA പ്രസിഡന്റ് മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പദ്ധതി വിശദീകരിച്ചു. വാർഡ് കൌൺസിലർ ഷെബ്ന ആസ്മി, SMC ചെയർമാൻ ചന്ദ്രൻ, ആയിഷ കാരൂത്ത്, PTA വൈസ് പ്രസിഡന്റ് ലത്തീഫ്, വെൽഫെയർ കമ്മിറ്റി വൈസ് ചെയർമാൻ അബ്ദുറഹ്മാൻ ഫാറൂഖി, രമേശ് മാസ്റ്റർ, ഖൈറുന്നീസ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. നസീറ ടീച്ചർ സ്വാഗതവും സ്കൂളിലെ പ്രധാനാധ്യാപിക ഗീത ടീച്ചർ നന്ദിയും പറഞ്ഞു.